കാർപ്പ് ഡിയം എന്നുള്ള ലാറ്റിൻ വേർഡിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിന്റെ അർത്ഥം എന്താണ്? സീസ് ദ ഡേ, പ്രസന്റിനെ നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്ന അർത്ഥത്തിന് വരുന്ന ഈ വാക്ക് ഇന്നിന്റെ പ്രസക്തിയെ പറ്റി മനസ്സിലാക്കാൻ നമ്മെ ബോധവൽക്കരിക്കുക. പ്രിയമുള്ളവരെ, നാം ഉള്ളത് ഹിജ്റ കലണ്ടറിൽ 1446 വർഷത്തിലെ അവസാന മാസമായ ദുൽഹജ്ജ് മാസത്തിലാണ്. ഇനി നമ്മിലേക്ക് സമാഗതമാകുന്നത് മുഹറം മാസമാണ്. ഹിജ്റ 1447. പല രൂപത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞ നമ്മുടെ ഈ ഒരു വർഷം, അടുത്ത ഒരു വർഷം നമ്മിലേക്ക് വന്ന് അണയുമ്പോൾ സാഹചര്യം മാറി മറിഞ്ഞേക്കാം. കാരണം എന്ന് പറയുന്നത് വരുന്ന മുഹറം മാസം വളരെ പ്രതീക്ഷയുടെ മാസമാണ്. പ്രത്യേകിച്ച് മുഹറം മാസത്തിലെ 10ാമത്തെ ദിവസമായ ആശൂറയുടെ മഹത്വം തന്നെ പറയുന്നത് 10 നബിമാർക്ക് അള്ളാഹു പല പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും മോചനം നൽകിയതായ ദിവസമാണ്. അപ്പൊ മുഹറം എന്നത് നമ്മുടെ കണക്കുകൂട്ടലൊക്കെ മാറ്റിമറിക്കാൻ, അള്ളാഹുവിന്റെ അടുക്കലിൽ നിന്ന് വലിയ സഹായങ്ങൾ ലഭിക്കാൻ കാരണമാകുന്ന മാസമാണ്. മൂസാ നബി അലൈഹി സ്വലാമിനെയും അവിടുത്തെ സമുദായത്തിനെയും അക്രമകാരിയും ധിക്കാരിയുമായ ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തി കരകയറ്റിയത് ഈ ഒരു മാസത്തിലാണ്. പ്രളയത്തെ അതിജീവിച്ചുകൊണ്ട് നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കപ്പൽ ജൂതി പർവ്വതത്തിൽ നങ്കൂരമിട്ടത് ഈ മാസത്തിലാണ്. ആദം നബി അലൈഹി സ്വലാമിന് അള്ളാഹു ആദരം നൽകിയത് ഈ മാസത്തിലാണ്. യൂസുഫ് നബി അലൈഹി സ്വലാം പൊട്ടക്കിണറിൽ നിന്ന് രക്ഷപ്പെട്ടത്, യൂനുസ് നബി അലൈഹി സ്വലാം മത്സ്യത്തിന്റെ വയറിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വന്നത്, ഈസാ നബി അലൈഹി സ്വലാം പ്രസവിക്കപ്പെട്ടതും ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ടതും, ദാവൂദ് നബി അലൈഹി സ്വലാമിന് വലിയ പദവി ലഭിച്ച ദിവസമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പ്രസവിക്കപ്പെട്ടതായ ദിവസമാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാമിന് കണ്ണിന്റെ മങ്ങൽ അള്ളാഹു മാറ്റിക്കൊടുത്ത ദിവസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് തെറ്റുകൾ ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹു ഓഫർ നൽകിയ മാസം. ഇങ്ങനെ നബിമാർക്ക് ഒരുപാട് പ്രതിസന്ധികളിൽ നിന്ന് മോചനം ലഭിച്ച മാസം, ഒരുപാട് നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ, പദവികൾ ലഭിച്ച മാസം. നമ്മുടെ നേതാക്കന്മാരായ അംബിയ മുർസലീങ്ങൾക്ക് തന്നെ ഈ രൂപത്തിൽ ഒരുപാട് നിഅമത്തുകൾ നൽകുന്നതായ ഈ മുഹറം മാസം ഇൻഷാ അല്ലാഹ് നമുക്ക് ആത്മാർത്ഥമായി സ്പിരിച്വൽ റിഫ്ലക്ഷനിലായി, ആത്മീയമായ അനുഭൂതിയിലായി, തഖ്വയിൽ അധിഷ്ഠിതമായ സാഹചര്യം നിലനിന്നുകൊണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് അള്ളാഹുവിനെ തഖ്വ ചെയ്ത് നമുക്ക് ജീവിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്കും ഒരുപാട് നിഅമത്തുകൾ, നമുക്കും ഒരുപാട് വിജയങ്ങളുടെ പാഠം നേടാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ.